ഓരോ വീട്ടിലും കറിവേപ്പില പോലെ നട്ട് വളർത്താനുള്ള ഒരു ഔഷധ സസ്യം തന്നെയാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. തമിഴ്നാട്ടുകാരുടെ ആരോഗ്യ രഹസ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് തന്നെ ഈ മണിത്തക്കാളിയാണ് കേട്ടോ. അവർ നിത്യം ഇത് ഉപയോഗിക്കുന്നുണ്ട്, ചീരയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തി തമിഴ്നാട്ടിലാണ് കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ചെടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് പറഞ്ഞു തന്നത് വയറിലെ അൾസറിനും വായിലെ അൾസറിനും ഇത് വളരെ പ്രയോജനമാണ്. നിത്യവും ഇത് ചെടി, അതായത് മുളകിൻ്റെ ഇല പോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത്. കഴുകി ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ വായിൽ അൾസർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇല ചവച്ചരച്ച് കഴിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇത് ഒരു ഔഷധ സസ്യം എന്ന് വെച്ചാൽ ഒട്ടേറെ ഔഷധങ്ങൾ, അതായത് മുളക് തക്കാളി, കരിന്തക്കാളി, കാന്താരി തക്കാളി, സൺബെറി എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്നു. പിന്നെ കയ്പും മധുരവും കലർന്ന ഒരു രുചിയാണ്. പിന്നെ കാക്ക അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുന്നത് ഇതിൻ്റെ പഴമാണ് കേട്ടോ. ഈ മണിത്തക്കാളിയുടെ ഇതിപ്പം വിളഞ്ഞിട്ടില്ല, പൂവൊക്കെ വന്ന് കായൊക്കെ വന്ന് അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പഴമാണ് ആദ്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാക്കാച്ചിപ്പഴം എന്ന പേരും പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് ട്രബിളിനും ഈ അൾസറിനും വളരെ പ്രധാനം, അത്യുത്തമമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ വീട്ടിൽ ഇതിപ്പോൾ സാധാരണ പൊടിച്ച് വന്നാണ്, എങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് പോയിട്ട് നമ്മുടെ വീട്ടിൽ ഇത് ചീരയായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നു. ഇതിൻ്റെ കായൊക്കെ പഴുത്തതിന് ശേഷം വിത്ത് പാകി മുളപ്പിക്കണം. എന്നുവെച്ചാൽ ഇത് പ്രത്യേകം ഞാൻ താനെ പൊടിച്ച് വന്നതാണ്. ഞാൻ ഒരു വെള്ളമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തില്ല. പിന്നെ വെള്ളത്തിൻ്റെ നനവ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാട് പോലെ നിൽക്കുകയാണ്, പഴം പഴിച്ച് വരുന്നതേ ഉള്ളൂ, കണ്ടില്ലേ. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ ആളുകളുടെ ആരോഗ്യങ്ങളിൽ ഒന്ന് ഈ മണിത്തക്കാളി തന്നെയാണ്. ആമസോണിൽ ഇതിൻ്റെ സീഡൊക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടി നിന്നാൽ 250 രൂപയൊക്കെയാണെന്ന് പറയുന്നത്. ചുക്കാട്ടുകീര എന്നും പറയും കേട്ടോ. വേരോടെ കൂടെയാണ് ഇതിൻ്റെ ഔഷധം ചെയ്ത് ഉപയോഗിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഇത് ആഹാരത്തിൽ അവർ ചീരയായിട്ട് നമ്മൾ ചീര ഒക്കെ ഉപയോഗിക്കുന്നില്ലേ, അതുപോലെ അവരും ഇത് ചീരയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് പല അസുഖങ്ങളും മാറിപ്പോകുന്നുണ്ട്. വെച്ചാൽ നിത്യവും അവരിത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളും നമുക്ക് ഒഴിവായി കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന എൻ്റെ ഒരു മാമിയും പറഞ്ഞ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്, അവരതിൻ്റെ ബാക്കിയുള്ള വിശദ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട്, അല്ലാതെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പിന്നെ അത് പോയിട്ട് ഈ അപസ്മാരത്തിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നൈജീരിയക്കാർ ഇത് അപസ്മാരത്തിന് അവിടെ കൊടുക്കുന്നുണ്ട്, അവർക്ക് പെട്ടെന്ന് മാറി കിട്ടുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് കരളിനെ സംരക്ഷിക്കാനുള്ള അതിശയകരമായ ഒരു കഴിവ് തന്നെ ഈ മണിത്തക്കാളിക്കുണ്ടെന്നാണ് പറയുന്നത്. ആസ്മയുടെ ശല്യം ഉള്ളവർക്കും ഇത് പതിവായി കഴിക്കുന്നത് നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതുപോലെ ക്യാൻസറിനെ ചെറുത്ത് നിൽക്കാനുള്ള അത്ഭുത കഴിവ് ഈ മണിത്തക്കാളിക്കുണ്ട്. എന്നുവെച്ചാൽ സ്തനാർബുദം, അത് പോയിട്ട് വായിലെ ക്യാൻസർ, ഇതിനൊക്കെ ഭയങ്കര കഴിവെന്നാണ്. അത് പോയിട്ട് നമ്മുടെ ശരീരത്തിലെ ക്യാൻസറിൻ്റെ കോശങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ മണിത്തക്കാളിക്കുണ്ടെന്നാണ്. അപ്പോഴെന്തായാലും ഞാൻ നമ്മളോട് കൃഷി ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. പിന്നെ ചർമ്മ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. സോറിയാസിസിനും ആ ഭാഗത്തൊക്കെ ഈ മണിത്തക്കാളി പഴുത്തതിന് ശേഷം മുഖത്തൊക്കെ ചേർക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂട്ടുകാരെ, നല്ലൊരു ഔഷധ സസ്യമാണ്. അപ്പോൾ എന്തായാലും ഞാനിതിപ്പോൾ ചീര തോരൻ വെക്കാൻ വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. അത് പോയിട്ട് എനിക്കിതിൻ്റെ സീഡും വേണം. പിന്നെ വെള്ളം ചൂടാക്കി കുടിക്കുന്നതിനും വളരെ നല്ലതാണ്. അനിയത്തിയാണ് പറഞ്ഞത്, അനിയത്തിക്ക് വായിൽ അൾസർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്.